ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. മത്തായി 5:13. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിൽ വളരെയേറെ ശ്രദ്ധ ആകർഷിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അനേകം ആളുകൾ ആകർഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു തത്വമാണ് 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അന്തസത്ത നഷ്ടപ്പെട്ടു പോകുന്ന ഏതൊരു വസ്തുവിനും ഏതൊരു വ്യക്തിക്കും സംഭവിക്കാവുന്ന ചില അനന്തര ഫലങ്ങൾ പുറത്താക്കപ്പെടുക എന്നതായിരിക്കും എന്ന് കർത്താവ് പറയാൻ ശ്രമിക്കുകയാണ്. ഭൂമിയുടെ ഉപ്പാണ്. ലോകത്തിൻ്റെ പെരുമാറ്റം മോശമായതാണെങ്കിലും തൻ്റെ ജനം ഭാഗ്യകരമായ ഒരു പദവി അനുഭവിക്കുന്നതാണ്. അവർ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇതാണ് കർത്താവിൻ്റെ പ്രഖ്യാപനം. ലോകത്തിൻ്റെ മോഹത്താലുള്ള മാലിന്യത്തെ അവർ വിട്ടൊഴിയുന്നു. ഉപ്പിന് കാരമില്ലാതെ പോയാൽ അതിന് രുചി വരുത്താൻ മറ്റൊരു മാർഗവുമില്ല. പിന്നെ അത് പുറത്ത് കളയുക, മറ്റുള്ളവർ അതിൻ്റെ പുറത്തൂടെ നടക്കേണ്ടി വരും. ഇതൊരു പാലസ്തീൻ്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ള ഉപ്പിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ ഉപയോഗവും അങ്ങനെയൊന്നും ആയിരുന്നില്ല അന്ന്. ഉപ്പിന് വളരെയധികം വിലയുണ്ടായിരുന്ന, പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഏറ്റവും കൂടുതൽ വില ഉപ്പിന് കൊടുക്കേണ്ടുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്താണ് കർത്താവ് ഇത് പറയുന്നത്. മണ്ണുകൊണ്ടുള്ള തറയിൽ വെച്ചിരിക്കുന്ന ഉപ്പ് മണ്ണിനോടുള്ള സ്പർശന നിമിത്തം അതിൻ്റെ കാരരസം നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ ദൈവജനം ലോകമാലിന്യങ്ങളെ എതിർക്കാനുള്ള അവരുടെ ശക്തി ലോകവുമായുള്ള ചേർച്ച നിമിത്തം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഉപ്പായി മാറുന്ന ആ ഒരു കെമിസ്ട്രിയാണ് ഏറ്റവും പ്രധാനം. കടലിൻ്റെ വെള്ളം വേർതിരിക്കപ്പെടുകയും അതിൻ്റെ ലവണങ്ങളൊക്കെ അടർന്നു പോകത്തക്ക വിധത്തിൽ കഠിനമായ ചൂടിന് വിധേയപ്പെടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു രാസ പരിണാമങ്ങളിലൂടെയാണ് കടൽ വെള്ളം ഉപ്പാകുന്നത്. ആ പരിണാമത്തിന് വിധേയമാകാൻ മനസ്സില്ലാത്ത വെള്ളം ഒരിക്കലും ഉപ്പാകില്ല. അതങ്ങനെ തന്നെ നിൽക്കും. കർത്താവ് പറയുന്നത് നിങ്ങൾ ഉപ്പാണ്, അല്ലെങ്കിൽ ഉപ്പാകണം എന്നതാണ്. ഉപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് കുറച്ച് മതി, ഒരുപാട് വേണ്ട. ദൈവജനം ഭൂമിയിൽ വളരെ കുറവാകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സമൂഹം ഒരു വളരെ മൈനോറിറ്റി ആവാം. എന്നാൽ അതാണ് ലോകത്തിന് രുചി പകർന്നു കൊടുക്കുന്നത്. ലോകത്തെ ലോകമാക്കി മാറ്റാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ചെറിയ മൈനോറിറ്റിയാണ് കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിനെ സ്വീകരിക്കുന്ന, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആളുകൾ. അതുകൊണ്ട് ഉപ്പിൻ്റെ അളവിൻ്റെ ബാഹുല്യമല്ല, ഉപ്പിൻ്റെ അന്തസത്തയാണ്, അന്തസാരമാണ് ഏറ്റവും പ്രധാനം. നമ്മളൊരു വലിയ ജനസഞ്ചയമാകണമെന്നില്ല, മെജോറിറ്റി ആകണമെന്നില്ല. ഒരു ചെറിയ അംശമായി നിന്നാലും ആ അംശത്തിന് വലിയ പ്രത്യേകതയുണ്ട് എന്ന് കർത്താവ് തൻ്റെ ശ്രോതാക്കളെ അല്ലെങ്കിൽ ശിഷ്യന്മാരെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഉപ്പായി മാറുക. ഉപ്പായി മാറാൻ രാസപരിണാമങ്ങളിലൂടെ കടന്നു പോകണം. കഠിനമായ ചൂടിന് വിധേയപ്പെടണം. ലവണങ്ങളൊക്കെ അടർന്ന് മാറ്റപ്പെടണം. ആ ഒരു മാറ്റം, പരിണാമമാണ് ഉപ്പിനെ ഉപ്പാക്കി മാറ്റുന്നത്. അങ്ങനെ മാറാനുള്ള ഒരു കൃപ നമുക്ക് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ രുചി പകരാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് നമ്മിൽ നിന്നും അങ്ങനെ ആഗ്രഹിക്കുന്നു. അങ്ങനെ രുചിയുള്ളവരായി
രുചി പകർത്തപ്പെടുന്നവരായി തീരാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, മനോഹരമായ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. രുചിയുള്ളവരായി തീരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തിൻ്റെ മലിനതകളിൽ ഞങ്ങൾ പെട്ടുപോകാതിരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ ദൈവകൃപയിൽ ആശ്രയിപ്പാനും മറ്റുള്ളവർക്ക് രുചി പകരുന്നവരായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പിന്നിടുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങളെ നന്ദിയോടെ ഓർക്കുന്നതിനും പുതിയ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനും ദൈവം കൂടെ ഇരിക്കണം. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം, കൃപ നമ്മോടുകൂടി ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.